ഇടുക്കി അടിമാലിയിൽ നളന്ദ ബുക്ക് സ്റ്റോളിന്റെ ഗോഡൌണിൽ നിന്ന് നോട്ട്ബുക്കുകൾ മോഷ്ടിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനും നിലവിലെ ജീവനക്കാരനുമാണ് പിടിയിലായത്. 20,000 രൂപ വിലമതിക്കുന്ന നോട്ട്ബുക്കുകൾ കാറിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത്. വർഷങ്ങളായി അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നളന്ദ ബുക്ക് സ്റ്റാൾ. സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് ബുക്കുകൾ മോഷണം നടത്തുന്നതിനിടെ അടിമാലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബൈസൺ വാലി സ്വദേശി മുത്തുവേലിൽ പ്രദീപ്, മച്ചിപ്ലാവ് സ്വദേശി മുട്ടുച്ചിറയിൽ ജസ്റ്റിൻ എന്നിവരെ പോലീസ് പിടികൂടിയത്. 1.5 മാസം മുമ്പാണ് ഗോഡൌണിൽ നിന്നും 4.5 ലക്ഷം രൂപയുടെ ബുക്കുകളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി ബോധ്യപ്പെട്ടത്. തുടർന്ന് അടിമാലി പോലീസ് സ്റ്റേഷനിൽ സ്ഥാപന ഉടമയായ രജികുമാർ പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഞങ്ങളുടെ ഗോഡൌണിൽ നിന്ന് ഏതാണ്ട് 4,32,000 രൂപയുടെ നോട്ട് ബുക്കുകൾ മോഷണം പോയി. അതിൽ പ്രതിയെ പിടിക്കുകയും ചെയ്തു. അദ്ദേഹം കുറ്റം സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ തൊണ്ടി മുതലേ ആ സമയത്ത് റിക്കവർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ കേസ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഈ ഗോഡൌണിന്റെ മുന്നിൽ ആദ്യം പിടിച്ച പ്രതി ഇവിടെ നമ്മുടെ ഷട്ടർ പെട്ടെന്ന് വലിച്ചടയ്ക്കുന്നുണ്ട്. പോലീസിന് സംശയം തോന്നി പിടിച്ചു. അപ്പോൾ വണ്ടിക്കകത്ത് നിറയെ നോട്ട് ബുക്കുകൾ കയറ്റിയിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ ജീവനക്കാരനായ ഒരു ജസ്റ്റിനാണ് താക്കോലൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. പല പ്രാവശ്യങ്ങളായിട്ട് ഏതാണ്ട് 8 ലക്ഷം രൂപയോളം വരുന്ന സാധനങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി അടിമാലി സ്റ്റാൻഡിൽ പരിശോധന നടത്തുന്നതിനിടെ നളന്ദ ബുക്ക് സ്റ്റാളിന്റെ ഗോഡൌണിന്റെ ഷട്ടർ പെട്ടെന്ന് അടച്ചുപൂട്ടി പ്രദീപ് കാറിൽ കയറുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ പ്രദീപിന്റെ കാർ പരിശോധിച്ചപ്പോൾ 4 കെട്ട് നോട്ട് ബുക്കുകൾ കണ്ടെത്തി. തുടർന്ന് പോലീസ് പ്രദീപിനെ ചോദ്യം ചെയ്തപ്പോൾ നളന്ദ ബുക്ക് സ്റ്റാളിലെ ജീവനക്കാരനാണെന്ന് പ്രദീപ് പറഞ്ഞു. സ്ഥാപന ഉടമ രജികുമാറിനെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രദീപിനെ 1.5 മാസം മുൻപ് റൂട്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടിനെ തുടർന്ന് പിരിച്ചുവിടുകയും മോഷണക്കുറ്റത്തിന് നിലവിൽ കേസ് കോടതിയിലുള്ളതായി പോലീസിനോട് പറയുകയും ചെയ്തു. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ നിലവിലെ കടയിൽ ജീവനക്കാരനായ ജസ്റ്റിനാണ് ഗോഡൌണിന്റെ താക്കോൽ നൽകിയതെന്നും പറഞ്ഞു. നളന്ദ ബുക്ക് സ്റ്റാളിലെത്തി ജസ്റ്റിനെ ചോദ്യം ചെയ്തതോടെ താക്കോൽ നൽകിയത് താനാണെന്നും പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.